ധന്യമായ ഈ അവസരത്തിൽ നമ്മളെല്ലാം വളരെ ആഹ്ലാദിച്ചിരിക്കുകയാണ്. ബാബയുടെ ഇത്രയും വലിയൊരു റൂമിൽ ശാന്തമായിട്ട് വളരെ പോസിറ്റീവ് വൈബ്രേഷനോട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു പരിപാടി ഇതുപോലെ നല്ലൊരു സ്റ്റേജിൽ ചെയ്യാനും നമ്മുടേത് എന്ന് പറഞ്ഞ് വന്നിരിക്കാനും സാധിച്ചതിൽ നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ടല്ലേ. നമുക്ക് ഈശ്വരൻ അങ്ങനെ ഒരു അനുഗ്രഹം ബാബയുടെ കുട്ടികളായ നമുക്ക് എല്ലാവർക്കും തന്നു. അതിന് ഈശ്വരന് ഒത്തിരി നന്ദി. ഇനിയും ധാരാളം പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടട്ടെ. എല്ലാവരും നമ്മളെല്ലാം നല്ല ശക്തിശാലി ആൾക്കാരാണ്. സിസ്റ്റർ പറഞ്ഞു അജിത ടീച്ചറിൻ്റെ ഓരോ വളർച്ചയിലും നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്. പ്രോത്സാഹനമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ആളൊന്നുമല്ല ഞാൻ കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങൾ അറിയുന്ന പോലെയൊക്കെ ചെയ്യുവാണ്. തെറ്റുകളുണ്ടെങ്കിലും ക്ഷമിക്കുക, സഹകരിക്കുക. നമ്മുടെ ആളുകളാണല്ലോ, അതുകൊണ്ട് പിന്നെ എന്തായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ മൂഡിൽ നിന്ന് ഹാപ്പി മൂഡിലോട്ട് വരാം, അല്ലയോ? എല്ലാവരും ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ട് ചിരിച്ചിരുന്ന് എല്ലാവരും. ഞാനേ പണ്ട് ഡാൻസുകാരോട് പറയുന്നത് ചിരിച്ച് നിങ്ങൾ കളിക്കണമെന്ന്. അവരപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, സ്റ്റേജിൽ കയറുമ്പോൾ പോലെ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങും, അടയ്ക്കില്ല ചുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഫേസിലും വരണം എക്സ്പ്രഷൻ. മുഖത്ത് സന്തോഷം വരുമ്പോൾ അതുപോലെ ഫേസിലും നമ്മൾ ചിരി ഇങ്ങനെ ശരിക്ക് ചിരിച്ച് മുഖത്ത് വരണം. അപ്പോൾ നമ്മുടെ പേശികളൊക്കെ നല്ല പ്രവർത്തനങ്ങൾ ആരംഭിക്കും, നമ്മുടെ മുഖമൊക്കെ നല്ല ഷൈനിങ് ആവും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അന്നപൂർണേശ്വരി നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പരിപാടിയുടെ ആദ്യത്തെ ചടങ്ങായ ഈശ്വര പ്രാർത്ഥനയിലോട്ട് വരും. ഗണപതേ മഹാമതി ഗണപതേ മഹാമതി ഗണപതേ മഹാമതി ഗണപതേ മഹാമതി ഗണപതേ മഹാമതി ഗണപതേ മഹാമതി ഗൗരീ കുമാര മാം പാഹി ഗണപതേ മഹാമതി ഗൗരീ കുമാര മാം പാഹി ഗണപതേ മഹാമതേ അണിമാധ്യഷ്ടൈശ്വര്യ 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 പ്രദ ഗുരുഗുഹ പൂജിതവര അണിമാധ്യഷ്ടൈശ്വര്യ പ്രദ ഗുരുഗുഹ പൂജിതവര ഗണപതേ മഹാമതി ഗൗരീ കുമാര മാം പാഹി ഗണപതേ മഹാമതേ സദാശിവാനന്ദ പുത്ര സോമ സൂര്യാഗ്നി നേത്ര സദാശിവാനന്ദ പുത്ര വാമദേവാദിവന്ദിത വാരിച ഗംഭീരഗാത്ര വാമദേവാദിവന്ദിത വാരിച ഗംഭീരഗാത്ര
ഹിമാദ്രീശ സുധാമോദ ഹിരണ്യമയ പീഠസ്ഥിത ഹിമാദ്രീശ സുധാമോദ ഹിരണ്യമയ പീഠസ്ഥിത പാമര പണ്ഡിതനുത പദവാരിജാസനാരാധി പാമര പണ്ഡിതനുത പദവാരിജാസന രാധിത ഗണപദേ ഹേ മഹാമതേ ഗൗരീ കുമാര മാം പാഹി ഗണപദേ മഹാമതേ ഗൗരീ കുമാര മാം പാഹി ഗണപദേ മഹാമതേ അന്നപൂർണേശ്വരിക്ക് നന്ദിയുണ്ട്. നമുക്ക് നമ്മുടെ ഓണപ്പരിപാടികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സംഘം മാത്രം നടത്തുക എന്നല്ല, നമ്മളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് വേണം ഓണപ്പരിപാടി ആഘോഷമാക്കാൻ, അല്ലേ? അപ്പോൾ ഓണപ്പരിപാടിയിൽ ആദ്യം തന്നെ അപ്പോൾ നമുക്ക് ഓണപ്പരിപാടി കുറവായിട്ട് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു മാതാജി. ആദ്യമായിട്ട് എൻ്റെ പ്രണവം നൃത്തവിദ്യാലയമാണ് ഡാൻസ് സ്കൂളിൻ്റെ പേര്. അവിടുത്തെ കൊച്ചു കലാകാരന്മാരായ കൃഷ്ണജിത്ത് സ്റ്റേറ്റ് വിന്നറാണ്. ഭരതനാട്യം ഫോക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേറ്റ് വിന്നറാണ്. നിരവധി വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബബയുടെ കുട്ടിയാണ്. ദേവനന്ദ 10ാം ക്ലാസ് സ്റ്റുഡൻ്റാണ്. അവളും നിരവധി വേദികളിൽ മത്സരവേദികളിലും അല്ലാതെയും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അനിയത്തിയാണ് ദേവനന്ദ. അങ്ങനെ 3 പേരുമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പഠനവുമായി പോകുന്ന, നൃത്ത പഠനവും അല്ലാത്ത പഠനവും ഒക്കെ ആയിട്ട് പോകുന്ന കുട്ടികളാണ്. 3 പേരെയും സ്വാഗതം ചെയ്യാൻ ഗണപതി സ്തുതിക്ക് വേണ്ടി. मुदाकरातमोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकं मुदाकरातमोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकम् अनायकैकनायकं विनाशिते भदैत्यकं नदाशुभाशुनाशकं नमामि तं विनायकम् अनायकैकनायकं विनाशिते भदैत्यकं नताशुभाशुनाशकं नमामि तं विनायकम् नमामि तं विनायकम्. ചിറ്റയം സാറ് വന്നിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നല്ല കയ്യടി കൊടുക്കും അദ്ദേഹത്തിന്. എല്ലാവരും എഴുന്നേറ്റേക്കും. നമ്മുടെ പ്രിയപ്പെട്ട ചിറ്റയൻ സാറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അടൂക്കാരുടെ ജീവനാണല്ലേ. അടൂക്കാരുടെ മാത്രമല്ല, പന്തളത്തിൻ്റെയും ജീവൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വികസന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പങ്കും ഉണ്ടാവും. പിന്നെ നിരവധി പ്രശ്നങ്ങളിൽ ഓടി നടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പക്ഷേ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും എത്താൻ പറ്റുന്ന എല്ലാ കാര്യത്തിനും അദ്ദേഹം എത്തുക തന്നെ ചെയ്യും. തികച്ചും ഒരു സഹോദരൻ്റെയും ഒരു ഫ്രണ്ടിൻ്റെയും ഒരു ബന്ധുവിൻ്റെയും എല്ലാം നമുക്ക് ഒരു ഫീല് തരുന്ന സാറിനെ നമുക്ക് സഹർഷം നമ്മുടെ ഓണപരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
മഹനീയമായ ഈ ചടങ്ങിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും സ്വാഗതം സ്വാഗതം സ്വാഗതം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ശ്രവിക്കുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം എന്നോട് സിസ്റ്റർ പറഞ്ഞിരുന്നു, പക്ഷേ ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ എന്നെ രാവിലെ കുറച്ച് മുമ്പ് വിളിച്ചിട്ട് എത്താൻ പറഞ്ഞത് ഞാൻ ഓടി എത്തിയതാണ്. ഇവിടെ വന്നപ്പോഴാണ് സംഭവം എന്താണെന്ന് മനസ്സിലായത്. ഓണം നമുക്ക് ഒരുമിച്ച് ഒത്തുകൂടാൻ പറ്റിയിരുന്നില്ല. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് നമുക്കിവിടെ ഒത്തുകൂടാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് ഒന്ന് ഒത്തുകൂടി ഉച്ചഭക്ഷണവും ഓണാഘോഷം കഴിഞ്ഞ് പോകണം എന്നുള്ളതാണ് ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്നം ബ്രഹ്മം എന്നാണ് പറയുന്നത്. ആഹാരമാണ് ദൈവം. മനുഷ്യൻ ഒരുമിച്ച് ഇങ്ങനെ ഒത്തുകൂടുന്നത് ഓണത്തിന് തീർച്ചയായും അതൊരു ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അതോടൊപ്പം തന്നെ പരസ്പരം ഷെയർ ചെയ്യുക, കൊടുക്കൽ വാങ്ങൽ. ഇന്ന് പരസ്പരം ഷെയർ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. ഇങ്ങോട്ട് കിട്ടണം എന്നതിനൊക്കെ അപ്പുറം അങ്ങോട്ട് കൊടുക്കണം എന്ന ചിന്ത കുറഞ്ഞു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് എനിക്ക് കിട്ടുന്ന ഒരു എന്ത് തന്നെയായാലും നമ്മൾ പങ്കുവെക്കുമായിരുന്നു. പണ്ട് നമ്മുടെ ഒന്നും വീടുകളിൽ മതിലുകളില്ലായിരുന്നു, അല്ലേ? അടുക്കള തുറന്നു കിടക്കുമായിരുന്നു. അടുക്കള തുറന്നു കിടക്കുക മാത്രമല്ല, അടുക്കളയെ പാചകം ചെയ്യുമായിരുന്നു. ഇപ്പോൾ പാചകം ചെയ്യത്തില്ല. അപ്പോൾ അടുക്കള അടച്ചിട്ടിട്ട് നമ്മൾ വൈകുന്നേരത്തെ അടൂർ ബൈപ്പാസ് നോക്കിയാൽ മതി, മുഴുവൻ പേരും ആ കടകളിൽ ഹോട്ടലിൽ കാണും. അടുക്കള അടച്ചിട്ടേക്കുക. അടുക്കള തുറന്നു കിടക്കും. ഇപ്പുറത്തെ അടുക്കളയിൽ നിന്നുകൊണ്ട് അപ്പുറത്തെ അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചിയോട് അല്ലെങ്കിൽ വീട്ടുകൂടി ചോദിക്കും, മോളെ അവിടെ നിന്ന് എന്ത് മീൻ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ അവിടുത്തെ ചേച്ചി പറയും, അയ്യോ അമ്മ എനിക്കിന്ന് ഇവിടെ മത്തിയാണ് കേട്ടോ. അവിടെ നിന്ന് മോളെ ഇവിടെ അയില കിട്ടിയെന്ന് പറയും. അപ്പം അപ്പുറത്തും ഇപ്പുറത്തെയും മീൻ കാര്യം മനസ്സിലായി. രാവിലെ തുടങ്ങും, മോളെ അവിടെ വെളിച്ചെണ്ണ ഉണ്ടോ? ഞാൻ ഇവിടെ തീർന്നു പോയി, ഞാൻ മേടിക്കും അങ്ങോട്ട് തരാം. അപ്പോൾ വെളിച്ചെണ്ണ അവിടെ തരും, അല്ലേ? തേങ്ങയുടെ പകുതി തരും. അപ്പുറത്തൊരു ചക്ക പഴുത്താൽ ഇപ്പുറത്ത് കിട്ടും. ഇപ്പുറത്തൊരു മാങ്ങ പഴുത്താൽ അത് അപ്പുറത്ത് കിട്ടും. ഇപ്പം മാങ്ങയും വേണ്ട, ചക്കയും വേണ്ട, അടുക്കള തന്നെ അടച്ചിടും, മതിലും കെട്ടും, ഗേറ്റും സ്ഥാപിക്കും, അവിടെ ഒരു ബോർഡും വെക്കും. എന്താണ്? ഈ വീട്ടിൽ പട്ടിയുണ്ട്, ഈ വീട്ടിൽ പട്ടിയുണ്ട്. ഇത് പട്ടിക്ക് മനസ്സിലാക്കാനല്ല, മനുഷ്യന് മനസ്സിലാക്കാൻ, അതിക്രമിച്ച് ആരും കയറരുതെന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പരസ്പരമുള്ള ആ വിശ്വാസം നഷ്ടപ്പെട്ടു. ആളുകൾ പരസ്പരം നന്മയും സ്നേഹവും കുറഞ്ഞു. മറ്റുള്ളവരെ എങ്ങനെ ആക്രമിക്കാം എന്ന ചിന്തയായി മനുഷ്യൻ്റെ മനസ്സിൽ. അപ്പോൾ പിന്നെ മതിൽ കിട്ടിയേ പറ്റൂ, അപ്പോൾ ഗേറ്റ് ഇട്ടേ പറ്റൂ. ആരുടെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ മാറ്റമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് അനുഭവമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെയും കുട്ടിക്കാലത്ത് അനുഭവം ഇത് തന്നെയായിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് മതിലുണ്ടേ പറ്റൂ, അല്ലെങ്കിൽ അതിക്രമിച്ച് കയറും, അല്ലെങ്കിൽ മോഷണം, പിടിച്ചുപറി. മനുഷ്യൻ എന്താണ്? മൃഗതുല്യമായി മാറിയിരിക്കുന്നു. മൃഗത്തിന് തുല്യമായി മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നാണ് മൃഗത്തിൻ്റെ സ്വഭാവം. അതിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ മൃഗം മാറി. മൃഗത്തിന് വലിയ ആക്രമമൊന്നുമില്ല, ആരെയും ആക്രമിക്കുന്നതായിട്ട് ഇപ്പോൾ കാണുന്നില്ല. ആന പോലും ഒഴിഞ്ഞങ്ങ് പോവും മനുഷ്യരെ കണ്ട. അപ്പം
മനുഷ്യൻ്റെ മൃഗത്തിൻ്റെ സ്വഭാവമായി മൃഗം മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഈ ഷെയർ ചെയ്യുക എന്നുള്ളത്, പരസ്പരം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുക, ത്യാഗം മറ്റുള്ളവന് വേണ്ടി ത്യജിക്കുക എന്നുള്ളതാണ്. നമ്മളെ പുരാണങ്ങളെല്ലാം പഠിപ്പിച്ചുള്ളത് തന്നെയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക എന്നാണ്. അതിൽ ഞാൻ പറയും, ഇപ്പം രാമായണം എടുത്തു വെച്ചു, നമ്മളെല്ലാം പറയും രാമൻ അച്ഛന് വേണ്ടി ത്യജിച്ചു 14 വർഷം. പക്ഷേ ഞാൻ പറയുന്നത് അതിനേക്കാളും ത്യജിച്ച ഒരാളുണ്ട്, ഭരതൻ. സ്വന്തം ജ്യേഷ്ഠന് വേണ്ടി കസേരയിൽ ജ്യേഷ്ഠന്റെ പാതകം വെച്ച് 14 വർഷവും ജ്യേഷ്ഠന് വേണ്ടി തനിക്ക് ലഭിച്ച അധികാരം വേണ്ട എന്ന് വെച്ച് ജ്യേഷ്ഠനെ മനസ്സിൽ ധ്യാനിച്ച് ജ്യേഷ്ഠന്റെ പാതകം വെച്ച് രാജ്യം ഭരിച്ചു. ചേട്ടന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു, ത്യജിച്ചു. ഇല്ലേ? ഇന്ന് ഏതെങ്കിലും സഹോദരൻ ജ്യേഷ്ഠന് വേണ്ടി ത്യജിക്കുമോ? എപ്പോൾ തട്ടിയെന്ന് ചോദിച്ചാൽ മതി, അധികാരത്തിന് വേണ്ടിയിട്ട്. ഏതെങ്കിലും മക്കൾ അമ്മയ്ക്ക് വേണ്ടി ത്യജിക്കുമോ? അച്ഛന് വേണ്ടി ത്യജിക്കുമോ? ഇല്ല. എൻ്റെ മരണശേഷം നിനക്കെന്ന് എഴുതി വെച്ചാൽ മരിക്കുന്ന എപ്പോഴാണ് നോക്കിയിരിക്കുക വസ്തു. ഈ വീടും വസ്തു എൻ്റെ മരണശേഷം മകന്, ഇളയ മകന് അല്ലെങ്കിൽ മൂത്ത മകന്, ആ മകൻ്റെ ചിന്ത എന്നാണോ അച്ഛനും അമ്മയും മരിക്കുന്നത് നോക്കിയിരിക്കുക, എന്നാലേ ഇത് പണയം വെക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നമ്മുടെ നാട് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ത്യജിക്കുക എന്നുള്ളതും ഷെയർ ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓണം. ആ ഓണം ആഘോഷിക്കുമ്പോഴാണ് നമുക്കെല്ലാം സന്തോഷം ഉണ്ടാകുന്നത്, സംതൃപ്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തീർച്ചയായും ബ്രഹ്മകുമാരീസിൻ്റെ ഈ നേതൃത്വത്തിൽ ഇവിടെ ഒത്തുകൂടിയ നിങ്ങൾക്കെല്ലാം നന്മ നിറഞ്ഞ ഓണം ആശംസിച്ചുകൊണ്ട്, 28 ഓണമുണ്ട് സിസ്റ്ററെ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 28 ഓണത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ ആഘോഷിച്ചാൽ മതി. എല്ലാവർക്കും നന്മ നിറഞ്ഞ ആശംസ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഒരിക്കലും MLA എന്നോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നോ പറയാറില്ല. നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ്. എപ്പോൾ വിളിച്ചാലും ഏത് നിമിഷം വിളിച്ചാലും ഒക്കുമെങ്കിൽ സ്ഥലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എത്തിയിരിക്കും. അപ്പം നമുക്കതുപോലെ ഒരു സഹോദരനെ കിട്ടിയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും സന്തോഷമാണ്. മാത്രമല്ല, ബ്രഹ്മകുമാരീസിനെ കുറിച്ച് നല്ലൊരു ഭാവവും ഭാവനയും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഓരോ ദിവസവും ഉയർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറയുമായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നമ്മൾ താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പം ആ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ എല്ലാവരുടെയും മെഡിറ്റേഷൻ്റെ വൈബ്രേഷൻ പറയാറുണ്ട്, നല്ല 10 തല ഒരു ദിവസം കാണുന്നത് മഹാപുണ്യമാണെന്നാണ് പണ്ടുള്ളവർ പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഒരു നല്ലൊരു തല, അർത്ഥം നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എങ്കിൽ തീർച്ചയായിട്ടും അത് അഭിമാനിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ കൈയടിച്ച് അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. വിളിച്ച ഉടനെ ഓടിയെത്തി. നേരത്തെ ഞാനൊരു സൂചന കൊടുത്തിരുന്നു, പിന്നെ ഞാനൊന്ന് വിളിച്ചപ്പോൾ തന്നെ ഓടിയെത്തി. അപ്പം അതിൻ്റെ അർത്ഥം അദ്ദേഹം ഫ്രീ ആണ് എന്നല്ല, തിരക്ക് പിടിച്ച വ്യക്തിയാണ്. നമ്മളോടുള്ള ആ സ്നേഹവും ബഹുമാനവും, ആ ഒരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പേരിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ തിരക്ക് പിടിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നമുക്കറിയാം ഈ ഒരു സീറ്റിലിരിക്കുമ്പം എത്ര തിരക്ക്. ഇപ്പോഴൊരു ഫോൺ വന്നു, മെഡിറ്റേഷൻ റൂമിൽ കുറച്ച് നേരം ഇരിക്കും, പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറയാമെന്ന്. അപ്പം അത്രയും തിരക്കിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നു എങ്കിൽ അദ്ദേഹത്തിന് നമ്മളോടുള്ള ആ സ്നേഹവും ബഹുമാനവുമാണ്. ഓം ശാന്തി. ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പദ്യം ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നപൂർണയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ NN കക്കാടിൻ്റെ സഫലമീ യാത്ര. എവിടെ തുടങ്ങണമെന്നതറിയില്ലെൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ഇവിടെ ഈ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെൻ്റെ ജീവിത വഴിയിൽ പ്രകാശം ചൊരിഞ്ഞു. സഫലമെൻ യാത്രയ്ക്കു പൂർണ്ണതയേകിയ സകലർക്കുമെൻ നമോവാകം. സഫലമെൻ യാത്രയ്ക്കു പൂർണ്ണതയേകിയ സകലർക്കുമെൻ നമോവാകം.
നന്ദി പ്രിയ ലോകമേ, നീ എനിക്കേകിയ നന്മകൾക്കൊക്കെയും നന്ദി. ദാനമായി തന്നൊരീ ജന്മത്തിനായി എൻ്റെ മാതാപിതാക്കളെ നന്ദി. നന്ദി ഗുരുഭൂതരെ, തോഴരെ, എന്നോടെ നല്ല സതീർത്ഥ്യരെ നന്ദി. ദുരിതപഥങ്ങളിൽ താങ്ങായി നിന്നൊരൻ പ്രിയ സഖി, 1000 നന്ദി. നന്ദി എൻ മകനേ, നന്ദി എൻ മകനെ, ഈ സായന്തനത്തിൽ നീ വന്നെൻ്റെ ചാരത്തിരുന്നുവല്ലോ. ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ. നന്ദി എൻ മകളെ, ഈ ധന്യനാമച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്ദി. പുലരിയും പൂക്കളും പൂനിലാവും തന്ന പ്രകൃതീശ്വരിക്കെൻ്റെ നന്ദി. നന്ദി പുഴകളെ, പുൽക്കളെ, പൂക്കളെ, നന്ദി നിങ്ങൾക്കെൻ്റെ നന്ദി. നന്ദി വാർത്തിങ്കളെ, ശാരദാകാശമേ, സന്ധ്യാംബരങ്ങളെ നന്ദി. അന്യഥാ നിസ്വനാമെൻ കൊച്ചു ജീവിതം വർണ്ണാഭമാക്കിയോർ നിങ്ങൾ. സകലതും തന്നെന്നെ ഇവിടെ എത്തിച്ചൊരാ ജഗദീശ്വര എൻ്റെ നന്ദി. അറിയുന്നു നേടിയ സൗഭാഗ്യമൊക്കെയും അവിടുന്നു നൽകിയ ദാനം, അവിടുന്നു നൽകിയ ദാനം. ഇനിയൊരു ജന്മമുണ്ടെന്നാൽ എനിക്കതും ഇവിടെ ജീവിക്കുവാൻ മോഹം. ഒരു വേള അന്നുമുണ്ടാവുമോ ഇതുപോലെ വെയിലും കുളിരും നിലാവും. കാടും പുഴകളും കാനനച്ചോലയും പാടവും ഈ കുളിർക്കാറ്റും. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട, ഈ നല്ല മുഹൂർത്തങ്ങൾ ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ജന്മാന്തരങ്ങൾക്കുമപ്പുറം ഓർമ്മയിൽ നന്നായി തിളങ്ങി നിൽക്കട്ടെ. സഫലമിൻ യാത്രയെ സമ്പന്നമാക്കിയ സകലർക്കുമെൻ്റെ പ്രണാമം. സഫലമിൻ യാത്രയെ സമ്പന്നമാക്കിയ സകലർക്കുമെൻ്റെ പ്രണാമം. നന്ദി. പൂർണ്ണയ്ക്ക് നന്ദി. നല്ലൊരു കവിതയായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കുറേ ഉണ്ട്, നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അതിമനോഹരമായിട്ട് വേണുഗോപാലൊക്കെ ആലപിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ഭാഗമായിരുന്നു. നല്ലൊരു കവിതയായിരുന്നു. ഭരതനാട്യം അവതരിപ്പിക്കുന്നതിനായി പ്രണവം നൃത്തവിദ്യാലയത്തിൻ്റെ ജീവൻ്റെ ജീവനായ കൃഷ്ണജിത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കും. ஒன்று சொல்வேன் கேளடி அருகினில்
ஒன்று சொல்வேன் கேளடி கண்ணமே அருகினில் வா கந்தம் ஒன்று சொல்வேன் கேளடி எனக்கு சொந்தமான கண்டனிமயக்கி உயர்த்தி அடிமை கொண்ட எந்தனுக்கு சொந்தமான கண்டனிமயக்கி உயர்த்தி அடிமை கொண்ட எந்தனுக்கு சொந்தமான கண்டனிமயக்கி இயற்கை அடிமை கொண்ட எந்தனுக்கு சொந்தமான கண்டனிமயக்கி இயற்கை அடிமை கொண்ட எந்தனுக்கு சொந்தமான கண்டனிமயக்கி இயற்கை அடிமை கொண்ட எந்தனுக்கு சொந்தமான கண்டனிமயக்கி 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 இயற்கை அடிமை கொண்ட எந்தனுக்கு சொந்தமான அந்த பாவை என்ன தூளும் என்ன பிறப்பொன்றையுடைய பாராமல் என்னை விட்டு சென்றாரே சின்னமாகவே அன்னமே
செய்கிறேன் எந்த நாளனின்றிங்கு வரட்டும் வரட்டும் வழி செய்கிறேன் எந்த நாளனின்றிங்கு வரட்டும் வரட்டும் வழி செய்கிறேன் எந்த நாளனின்றிங்கு வரட்டும் வரட்டும் வழி செய்கிறேன் எந்த நாளனின்றிங்கு கபத நீசநீத சாமீத கபத வேடம் வேடம் தரித்து வேட்டையாட சென்றவன் வரட்டும் வரட்டும் வழி செய்கிறேன் வழி செய்கிறேன் வழி செய்கிறேன். അമരക്കാരിയായ നമ്മുടെ പ്രിയപ്പെട്ട രുക്മിണി മാതാജിയെ ക്ഷണിച്ചു കൊള്ളുകയാണ്. പാടുന്നത് ഞോണ്ടി എന്നെ പറയാതിരിക്കും. ഓം ശാന്തി. കനകച്ചിലങ്കി ലുങ്ങി കാഞ്ചന കാംചി കോലുങ്ങി കടമിഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതേർപ്പോ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടകളിലൊഴിയലകൾ ചിന്നി കതിരുതന പോലങ്ങിനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്നായി മഹിതേ മമ മുന്നിൽ വന്നു നീ മലയാള കവിതേ ഒരു പകുതി സ്വപ്നത്തിൽ നിഴലും നിലാവും മറുപകുതി പ്രജ്ഞയിൽ കതുഭൂഷയവാവും ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനെടുവീർപ്പുകൾക്കിടയിലും കൂടി അതു ധന്യകൾ മണിവീണകൾ മീട്ടി അപ്സരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരവ ചാത്തലമൊന്നിൽ സ്പന്ദിക്കും മധുര സ്വരവീചികൾ തന്നിൽ നളിനാദള മോഹന നയനാവിലാസം നവകുന്ദ സുമസുന്ദര പരമന്ദഹാസം ഘനനീല വിപിനസ മാനസ് സുകേശം കുരുകുന്തള വലയംകിത കർണം തിക കേശം മണികനക ഭൂഷിത ലളിതാകളനാളം മമ മുന്നിലെന്തെന്തൊരു സൗന്ദര്യമേളം ജന്മം ഞാൻ കണ്ടു നിർവൃതി പൂണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു ആയിരം സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികെ നീ നിന്നടനം നടത്തി പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതേ തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ അഞ്ചിക്കുഴഞ്ഞഴിം ഞാടു നീ ലളിതേ കുഞ്ചന്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിതേ പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി ആടിയും പാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമ വിഷവിദ്ദോവി ദക്കേ
സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു നാരുപോലും തരികണ്ണെ തഴുകട്ടെ പെരുമയും പേരും പോകുന്നു നീ നൃത്തം നിർത്തി നീ ദേവി പോകല്ലേ 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 ദേവി. ഓം ശാന്തി. മാതാജി നന്ദി. കാരണം നമ്മൾ മാതാജിയുടെ പാട്ടിൻ്റെ ഇതിനേക്കാൾ മാതാജി നമ്മൾക്ക് വേണ്ടി ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കാൻ കാണിച്ച മനസ്സിനാണ് നല്ലൊരു കയ്യടി, നല്ല ശക്തിയായിട്ട് കയ്യടി കൊടുക്കൂ. കാരണം ഈ 2-3 വേദികളിലൊക്കെ മാതാജിയുടെ പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നമ്മളെല്ലാം കേട്ടത് കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്. അതിലും നന്നായിട്ട് തന്നെ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ മാതാജിക്ക് സാധിച്ചു ഇല്ലേ? ഞാൻ പറയുന്ന കള്ളമല്ലല്ലോ, നിങ്ങളെല്ലാം സമ്മതിക്കുന്നില്ലേ? അപ്പം നമ്മൾ എത്ര തന്നെ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയുമാണ് നമ്മൾ പുരോഗമിച്ച് വരുന്നത്. അതിന് പ്രായമൊന്നും ഒരിതല്ല, ഒരു പ്രാക്ടീസിൻ്റെ പരിശീലനത്തിൻ്റെ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇന്നലെ എഫേർട്ട് എടുത്ത് എൻ്റെ അടുത്ത് മോഡലിൽ നടന്നു വന്ന് ഈ കവിത എഴുതി വാങ്ങിച്ചു കൊണ്ടൊന്ന് പഠിച്ച് പാടുകയാണ്. അപ്പോൾ അതിന് സ്പെഷ്യൽ ഒരു കയ്യടി തന്നെ വേണ്ടേ? നന്ദി മാതാജി, നന്ദി. ഓണത്തിലേക്ക് നമ്മളിതുവരെ വന്നില്ലായിരുന്നു. ഓണപ്പാട്ടുമായി നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദിരാ മാതാജി, നമുക്ക് അടൂരത്തെ ഇന്ദിരാ മാതാജി വരികയാണ്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കാം. ഓം ശാന്തി. എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും വൈകിയാണെങ്കിലും ഓണാശംസകൾ നേരുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസ. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഉത്രാടപ്പൂക്കുന്നിൻ ഉച്ചിയിൽ പൊൻവയിൽ ഇത്തിരി പൊന്നുരുക്കി ഉത്രാടപ്പൂക്കുന്നിൻ ഉച്ചിയിൽ പൊൻവയിൽ ഇത്തിരി പൊന്നുരുക്കി കോണമുണ്ടുടുത്തു കൊണ്ടോടി നടക്കുന്നു കോമളബാലനാം ഓണക്കിളി ഓണക്കിളി ഓണക്കിളി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിയിടുന്നു. ഓണവില്ലടിപ്പാട്ടിൻ നോപുരം കിലുങ്ങുന്നു. പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു പാഞ്ഞിടുന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഒന്നുകൂടെ ശ്രമിക്കട്ടെ. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. എന്തേ നീ കൃഷ്ണ എന്നെ നീ കണ്ടില്ല ഇങ്ങു കഴിയുന്നു പാവമീ ഗോപി ഞാൻ. എന്തേ നീ കൃഷ്ണ കർപ്പൂരമായിട്ടെരിഞ്ഞു ഞാൻ തീർന്നോളാം ഇഷ്ടദൈവത്തിൻ സുഗന്ധമായി തീരാൻ. കർപ്പൂരമായിട്ടെരിഞ്ഞു ഞാൻ തീർന്നോളാം ഇഷ്ടദൈവത്തിൻ സുഗന്ധമായി തീരാൻ. പുഷ്പമായി മണ്ണിൽ പിറന്നാൽ നിൻ പൂജയ്ക്കായി പുഷ്പിച്ച
മന്ദാര പുഷ്പമായി മാറിയിട പുഷ്പമായി മണ്ണിൽ പിറന്നാൾ നിൻ പൂജയ്ക്കായി പൊട്ടിച്ച മന്ദാര പുഷ്പമായി മാറാം. മഞ്ഞത്തുകില എനിക്കു പുലരിതൻ സ്വർണ്ണത്തകിടുമി സന്ധ്യാപ്രകാശവും പാടും കുയിലിൻ്റെ പാട്ടിൽ ഞാൻ കേട്ടതും ഓടക്കുഴലിൻ്റെ നാദമാണല്ലോ. പാടും കുയിലിൻ്റെ പാട്ടിൽ ഞാൻ കേട്ടതും ഓടക്കുഴലിൻ്റെ നാദമാണല്ലോ. എന്തേ നീ കണ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം പുഷ്പാഞ്ജലിക്കായി ഇരുത്ത തെറ്റിയും ചെമ്പകപ്പൂക്കളും കണ്ണ പുഷ്പങ്ങളെല്ലാം വിരിയുമീ ലോകത്തിൻ ഉദ്യാനപാലകൻ നീയെന്നറിയാതെ. എന്തേ നീ കൃഷ്ണ എനിക്കെന്തേ തന്നില്ല കൃഷ്ണ തുളസി കതിരായി ജന്മം. അതുമാത്ര കലാകാരന്മാരായ ഞങ്ങള് സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, ആസ്വാദകരോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം കയ്യടി മാത്രമാണ്. ഓരോ കയ്യടിയും ഓരോ കലാകാരൻ്റെയും കലാകാരിയുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രോത്സാഹനങ്ങളാണ് ഉണ്ടാക്കുക, മനസ്സിൽ ഒരുപാട് ഉയർച്ചകളാണ് ഉണ്ടാക്കുക. നമ്മുടെ അമ്മമാർ പാടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളെല്ലാ അമ്മമാരും, നമ്മുടെ അമ്മമാർ ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് വേണ്ടി പാടുന്നത്. അവരുടെ പാട്ടിൻ്റെ സൗകുമാര്യതയേക്കാൾ കൂടുതൽ സ്നേഹവും വാത്സല്യവുമാണ് നമ്മൾ അനുഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുക. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഇവരൊക്കെ ഒന്നുകൂടെ പാടാമെന്ന് പറഞ്ഞ് നല്ലപോലെ ആക്റ്റീവായിട്ട് വരും. അതാണ് ഇവിടുത്തെ അടൂരിൻ്റെ അനുഭവം, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തിൽ നന്നായിട്ട് ആളുകൾ വന്നില്ലേ? അപ്പം ഇനിയും നമ്മുടെ അടുത്ത ആള് കാത്തു നിൽക്കുവാണ്. നമ്മുടെ പ്രതിഭ മാതാജി ഇതാ പാട്ട് പാടാനായിട്ട് തയ്യാറായിട്ട് വന്നിട്ടിരിക്കുകയാണ്. മാതാജിയെ സഹർഷം സ്വാഗതം ചെയ്യും. ബാബയുടെ പാട്ടാണ്. സ്വർണ്ണ ചുവപ്പു വർണ്ണത്തിനു മധ്യത്തിൽ ശുദ്ധ നക്ഷത്ര സ്വരൂപനായി ശാന്തിധാമത്തിൽ വസിച്ചിടുന്ന സർവേശ്വരനെ സ്മരിച്ചിടുന്നു. സ്വർണ്ണ ചുവപ്പു വർണ്ണത്തിനു മധ്യത്തിൽ ശുദ്ധ നക്ഷത്ര സ്വരൂപനായി ശാന്തിധാമത്തിൽ വസിച്ചിടുന്ന സർവേശ്വരനെ സ്മരിച്ചിടുന്നു. മാതാപിതാവായി ശിക്ഷകനായി വന്നു സദ്ഗുരുവായി ജീവൻ മുക്തി നൽകി സർവസംബന്ധവും ഏകിനീശ്വര തോഴനായി നീ എൻ്റെ കൂടെ നിന്നു. സ്നേഹമാം പാശത്തിൽ എന്നെ ബന്ധിച്ചു തോഴനായി വന്നെൻ്റെ പ്രാണേശ്വര. നീ സഖാവായി ശംഖനാദം മുഴക്കും നിൻ കർമ്മവീര്യത്തെ ഉണർത്തിയിടുവാൻ എന്നെ തളരാതെ കാത്തിടുവാൻ. സ്വർണ്ണ ചുവപ്പു വർണ്ണത്തിനു മധ്യത്തിൽ ശുദ്ധ നക്ഷത്ര സ്വരൂപനായി ശാന്തിധാമത്തിൽ വസിച്ചിടുന്ന സർവേശ്വരനെ സ്മരിച്ചിടുന്നു. എങ്ങനെ ഞാൻ വർണ്ണിച്ചിടും ഭഗവാനെ നിന്റെ മഹിമാതഭാരമല്ലോ. ഭൂമി കടലാസായി മാറിയാലും സാഗരത്തെ മഷിയാക്കി മാറ്റിയാലും വൃക്ഷങ്ങൾ പേനയായി മാറിയാലും വാണിദേവിതൻ കയ്യാൽ എഴുതിയാലും വർണ്ണിച്ചാൽ തീരുമോ നിൻ മഹിമ, വർണ്ണിച്ചാൽ തീരുമോ ലോകനാഥ. സ്വർണ്ണ ചുവപ്പ്
ചുവപ്പുവർണ്ണത്തിനു മധ്യത്തിൽ ശുദ്ധ നക്ഷത്ര സ്വരൂപനായി ശാന്തിധാമത്തിൽ വസിച്ചിടുന്ന സർവേശ്വരനെ സ്മരിച്ചിടുന്നു, സർവേശ്വരനെ സ്മരിച്ചിടുന്നു, സർവേശ്വരനെ സ്മരിച്ചിടുന്നു. നൃത്ത രൂപത്തിനായിട്ട് കൃഷ്ണജിത്ത്, ദേവനന്ദ എന്നിവരെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണ്. സാക്ഷി പുരിന്തിടും കാമാക്ഷി അഖിലമുന്നാക്ഷി, കാഞ്ചിനഗര സാക്ഷി പുരിന്തിടും കാമാക്ഷി അഖിലമുന്നാക്ഷി, കൈലകിൻ കരുണാകരൻ മനമകിഴും ഹരിസോദരി മുരളീധരൻ വണങ്ങിടും കാഞ്ചിനഗര സാക്ഷി പുരിന്തിടും കാമാക്ഷി അഖിലമുന്നാക്ഷി, കൈലകിൻ കരുണാകരൻ മനമകിഴും ഹരിസോദരി മുരളീധരൻ വണങ്ങിടും താരീം ഗമപനി പതാം തകിടജം നിസാപനീതജം തകിട താരീം ഗമപനി പതാം തകിടജം നിസാപനീതജം തകിട തരീം തകരീം തരീം സനി പമഗ മഗ സനി തകരീം തരീം സനി പമഗ മ പനി സകരീം പനി സക പമഗ സനി തദിങ്കിണതും 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 ധീരനധീരനരീന്ദിരനനത്രതില്ലന തനധിരന തധിരനധിരനധിരനധിരനരീന്ദിരനനത്രതില്ലന തനധിരന തധിരനധിരനധീരനധീരനരീന്ദിരനനത്രതില്ലന നത്രതില്ലന നത്രതില്ലന. ഞാൻ കഥ പറയാനുള്ള തയ്യാറെടുപ്പിലൊന്നും വന്നതല്ല. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചെറിയ കഥ പറയാം. ഓം ശാന്തി. ഒരിക്കൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ എല്ലാ മാസവും കുറിച്ചിട്ടിടുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം 100 രൂപ വീതമിട്ടാണ് കുറി നടത്താറുള്ളത്. അവിടെ വരുന്ന സന്ദർശകർക്കും ഇതിൽ പങ്കെടുക്കാം. അങ്ങനെ എല്ലാവരും അവരുടെ പേരുകൾ എഴുതി ഒരു പെട്ടിയിലിടണം. ആർക്കാണോ കുറി വീഴുന്നത് അവർക്കാണ് ആ തുക മൊത്തമായിട്ടും ലഭിക്കുന്നത്. അങ്ങനെ വീണ്ടും നറുക്കെടുപ്പിനുള്ള സമയമെടുത്തു. എല്ലാവരും കുറിയിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ ധാരാളം സന്ദർശകർ വന്നതിനാൽ കൂടുതൽ തുക ലഭിച്ചു.
എല്ലാവരും അവരുടെ പേരുകൾ എഴുതി ബോക്സിൽ നിക്ഷേപിച്ചു. അങ്ങനെ അവിടുത്തെ മാനേജർക്ക് തോന്നി ഈ പ്രാവശ്യം സ്വന്തം പേരെഴുതിയിടുന്നില്ല. അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വൃദ്ധയായ സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ഏക മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണ്. എന്നാൽ ആ സ്ത്രീയുടെ പേരെഴുതിയിട്ട് കളയാം. അങ്ങനെ ആ സ്ത്രീയുടെ പേരെഴുതിയിട്ടു. എല്ലാവരും നറുക്കെടുപ്പിൻ്റെ സമയമെടുത്തു. എല്ലാവരും ഒത്തുകൂടി നറുക്കിട്ടു. ആ സ്ത്രീയുടെ പേരാണ് കുറി വീണത്. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരുടെയും കയ്യടിയുടെ മുന്നിൽ ആ സ്ത്രീ തൊഴുകൈകളുമായി വന്ന് ആ പണം ഏറ്റുവാങ്ങി. മാനേജർ വെറുതെ ആ പെട്ടിയിലേക്കൊന്ന് നോക്കി. എല്ലാവരും എഴുതിയിട്ട പേര് ആ സ്ത്രീയുടേതായിരുന്നു. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഏത് അത്ഭുതവും സാധിക്കും. പറയാറില്ലേ, ഒത്തുപിടിച്ചാൽ മലയും പോരും. ആർക്കും ആരെയും സഹായിക്കാനോ എല്ലാ സംരക്ഷണങ്ങളും ഏറ്റെടുക്കാനോ സാധിച്ചെന്ന് വരില്ല. ചില സംരക്ഷണങ്ങൾ ആദ്യത്തെ ചുവടുവയ്പ്പാണ്. എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നോക്കിയിരുന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കാതെ കണ്ട് ഈ ഭൂമുഖത്തു നിന്നും തന്നെ അപ്രത്യക്ഷമാകേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളിലേക്കുള്ള ചവിട്ടുപടിയാണ്. എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാകട്ടെ, എല്ലാവർക്കും അതിനുള്ള അവസരമുണ്ടാകട്ടെ. ബാബ പറയാറില്ലേ, ഒരു ചെറിയ വിരലിൻ സഹായം 1000 കൈകളുടെ സഹായം ഉണ്ടാകുമെന്നേ. എല്ലാവർക്കും അതിനുള്ള മനസ്സുണ്ടാകട്ടെ. ഓം ശാന്തി. താങ്ക് യു ശാന്തി. അടുത്തത് നമ്മുടെ സതിയമ്മ മാതാജി ഒരു ഗാനം ആലപിക്കാൻ പോവുകയാണ്. നന്നായിട്ട് കൈയടിക്കണേ. കൈയടിച്ചാൽ 2 ഗുണമുണ്ട്. കൈയടി കേൾക്കുന്ന കലാകാരിക്ക് സന്തോഷമാകും. നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളും ആകുകയും ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂടിയിട്ട് നിങ്ങൾ സുന്ദരന്മാരും സുന്ദരിമാരും ആവും. കൈയടിക്കുന്ന ആളുകൾ 2 ഗുണങ്ങളാണ് ഉള്ളത്. ഓം ശാന്തി. ആലായാൽ താറ വേണം, താറയ്ക്ക് അടുത്തൊരമ്പലം വേണം, അതിനോടു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നാകം പോകാൻ ചന്ദനം വേണം. ആലായാൽ താറ വേണം, തടുത്തൊരമ്പലം വേണം, അതിനോടു ചേർന്നൊരു കുളം വേണം. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനി മകളായാൽ അടക്കം വേണം. നാടായ മൃഗം വേണം, അരികെ മന്ത്രിമാർ വേണം, നാടിൻ്റെ ഗുണമുള്ള കഥകൾ വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, അതിനോടു ചേർന്നൊരു കുളവും വേണം. നാടായ മൃഗം വേണം, അരികെ മന്ത്രിമാർ വേണം, നാടിൻ്റെ ഗുണമുള്ള കഥകൾ വേണം. യുദ്ധത്തിങ്ങൽ രാമൻ നല്ലു, കുലത്തിങ്ങൽ സീത നല്ലു, ഉറക്കമുപേക്ഷിപ്പാൻ ലക്ഷ്മണൻ നല്ലു. ആലായാൽ താര വേണം, അടുത്തൊരമ്പലം വേണം, അതിനോടു ചേർന്നൊരു കുളവും വേണം. പടയ്ക്കു ഭരതൻ നല്ലു, പറവാൻ പൈങ്കിളി നല്ലു, പറക്കുന്ന പക്ഷികളിൽ ഗരുഡൻ നല്ലു. ആലായാൽ താര വേണം, അടുത്തൊരമ്പലം വേണം, അതിനോടു ചേർന്നൊരു കുളവും വേണം. ഒരു കുസൃതി ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. അറിയാവുന്നൊരു കൈ പൊക്കുക. എഴുതാൻ പറ്റുന്ന ഡ്രസ്സ് ഏത്? എഴുതാൻ പറ്റുന്ന ഡ്രസ്സ് ഏത്? കൈയടിച്ച ഡ്രസ്സ് കറക്റ്റ്. എല്ലാവരും കൈയ്യടിച്ചു. ദേഹം മുഴുവനും മുള്ള്, തലയിൽ മാത്രം കിരീടം, അതെന്ത്?
വെരി ഗുഡ്. കൈതച്ചക്ക. കാണാൻ പറ്റുന്ന നാവ് ഏത്? കാണാൻ പറ്റുന്ന നാവ് ഏത്? കിനാവ്. ഗ്രേറ്റ്, താങ്ക് യു. ഇനി ഒരു ചോദ്യം. അടുക്കളയിൽ കാണുന്ന ഒരു അസുഖം? ഷുഗർ. വെരി ഗുഡ്. എല്ലാം അറിയാം എല്ലാവർക്കും അല്ലേ? എല്ലാവരും നന്നായിട്ട് റിപ്ലൈ ചെയ്തു. എല്ലാവർക്കും നന്ദി. സിസ്റ്ററിനും നന്ദി. കഥയാണ് മാതാജി പറയാൻ പോകുന്നത്. കഥ ശ്രദ്ധിച്ചോളൂ. എല്ലാവരും പാട്ടും ഡാൻസും ഒക്കെ കണ്ട് വളരെ ആനന്ദിച്ചിരിക്കുകയാണ്. നല്ലൊരു ഓണപ്പാട്ടും കിട്ടി. ഞാനൊരു ചെറിയ കഥ പറയാം. ഓം ശാന്തി. ജനക മഹാരാജാവിൻ്റെ കഥയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഞാനത് ഒന്ന് പറയുന്നെന്ന് മാത്രം. ജനക മഹാരാജാവ്, രാജാവിൻ്റെ മകളാണ് ജനകജ സീത. അറിയാമല്ലോ, ജനക മഹാരാജാവിനെ അറിയാം. അപ്പം ജനക മഹാരാജാവിനോട് ഒരു ദിവസം മന്ത്രി ചോദിച്ചു, ജനക മഹാരാജാവിനെ വിദേഹ രാജാവെന്നും പറയും, വിദേഹ രാജ്യത്തെ വിദേഹ രാജാവ്. അപ്പം ചോദിച്ചു, ഹലോ പ്രഭു, അങ്ങക്ക് ഈ വിദേഹ രാജ്യം അല്ലെ വിദേഹി എന്നുള്ള ഒരു പേര് വന്നല്ലോ, എന്താണ് വിദേഹം, എന്താണ് വിദേഹി, അതൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോഴേ രാജാവ് പറഞ്ഞു, മന്ത്രിയെ തുറങ്കൽ അടയ്ക്കാൻ പറഞ്ഞു. ഈ മന്ത്രിയെ തുറങ്കലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭടന്മാർ വന്നു, മന്ത്രിയെ തുറങ്കലിൽ അടച്ചു. അപ്പോഴേ മന്ത്രി ഒരു ഇത് പുറപ്പെടുവിച്ചു. ഈ മന്ത്രിയെ തൂക്കിലേറ്റാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റെന്താണെന്ന് പറയുന്നില്ല, ഇദ്ദേഹത്തെ തൂക്കിലേറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ തൂക്കിലേറ്റാനുള്ള ദിവസം തീരുമാനിച്ചു. അദ്ദേഹം തുറങ്കട്ടൽ കടന്നു. ഇപ്പോഴൊരു ദിവസം രാജാവ് പറഞ്ഞു, ഇന്ന് ഈ നാട്ടിലെ എല്ലാ ബ്രാഹ്മണരെയും വിളിച്ച് നല്ലൊരു സദ്യ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു. സദ്യ കഴിക്കാൻ എല്ലാവരും വന്നു. അപ്പം രാജാവ് പാചകശാലയിൽ കയറിയിട്ട് പറഞ്ഞു, ഒരു കറിക്ക് ഉപ്പ് ചേർക്കരുതെന്ന് പറഞ്ഞു. ഒരു കറിക്കും ഉപ്പ് ചേർക്കരുത്, ഭക്ഷണം ശരിയാക്കാൻ പറഞ്ഞു. റെഡിയായി, ഭക്ഷണം എല്ലാവരും കഴിച്ചു. മന്ത്രി ആകപ്പാടെ വധിക്കാൻ പോവുമല്ലേ, ആ ഒരു ചിന്തയിൽ ഇങ്ങനെ തുറങ്കൽ കിടക്കുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഉടനെ രാജാവ് പറഞ്ഞു, മന്ത്രിയെ കൊണ്ടുവരാൻ പറഞ്ഞു. മന്ത്രിയെ ഇറക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ചോദിച്ചു, അല്ലയോ മന്ത്രി, അങ്ങയ്ക്ക് ഈ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, പ്രഭു, എന്നെ തൂക്കിലേറ്റാൻ പോകുന്ന ആ ഒരു സ്മൃതിയിൽ, ആ ഒരു വേവലാതിയിൽ ഞാനൊന്നും അറിഞ്ഞില്ല. എനിക്ക് ടേസ്റ്റും ഇല്ല, രുചിയില്ല, സന്തോഷമില്ല, ഒന്നും വന്നില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, അതാണ് വിദേഹി അവസ്ഥ, വിദേഹി സ്ഥിതി. ഒന്നിൽ മാത്രം നമ്മൾ സ്മരിച്ചിരുന്നാൽ, ആ സ്മൃതിയിലിരുന്നാൽ വേറൊന്നും നമ്മളിൽ എത്തിപ്പറ്റുകയില്ല, ഒരു വ്യർത്ഥം വരികയില്ല. ഭഗവാൻ പറഞ്ഞില്ലേ, ഒന്നിനെ മാത്രം ഓർമ്മിക്കൂ. ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ നമ്മളിൽ ഒരു വ്യർത്ഥം വരികയില്ല, നമ്മളിൽ ഒരു നെഗറ്റീവ് അടിക്കില്ല, ഒരു വികാരങ്ങൾക്കും വഴിപ്പെടാൻ സാധിക്കില്ല. ഈ ഒരു പാഠം ഭഗവാൻ പറഞ്ഞു തന്ന് പഠിച്ചതാണ്. ഇത് പല പ്രാവശ്യം നമ്മുടെ സെൻറ്ററിലെ സിസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിരുന്ന് ഞാനിപ്പോൾ ഇതിവിടെ അവതരിപ്പിച്ചതാണ്. ഓം ശാന്തി. സിസ്റ്റർ ഒരു ക്വസ്റ്റ്യൻ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. 28 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതാത്? മാസം ഏതാ? കുസൃതി ചോദ്യ. ഏതാ മാസം? എല്ലാ മാസവും ഉണ്ട് സിസ്റ്റർ. ഓക്കെ, എല്ലാവരും സ്വന്തമായിട്ട് കൈയടിച്ചോളൂ. സാൻവിക കൊച്ചുമിടുക്കി കൊച്ചുകുട്ടി നമ്മൾക്ക് ഒരു പാട്ട് പാടാൻ വരുന്നുണ്ട്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കും. ബാബയുടെ കുട്ടിയാണ്. ഓം ശാന്തി. എന്നതിൽ കേറാറില്ല
കോവല കോവല അപ്പ morning bell rings, ding dong dong, ding dong dong. താങ്ക് യു. അടുത്തത് നമ്മുടെ ജാൻവിക്കുട്ടി ഇതാ ഒരു പാട്ടുമായിട്ട് വരികയാണ്. ശാന്തമ്മ മാതാജിയുടെ കൊച്ചുമോളാണ്, ഗോകുലിൻ്റെ മകള്. കൺമണി അൻപോട് കാതളന്നാണെങ്കിൽ കടുതമ്മേ പൊന്മണി മുൻവെച്ച് സൗഖ്യമാനാണെങ്കിൽ സൗഖ്യമേ പിന്നെ എന്നെ പാർക്കയിൽ പഴുത കൊട്ടത് അതെഴുത നിനക്കയിൽ വാർത്ത മുട്ടത് ഓഹോ കൺമണി അൻപോട് കാതളന്നാണെങ്കിൽ കടുതമ്മേ പൊന്മണി വെച്ച് സൗഖ്യമാനാനെങ്ക സൗഖ്യമേ അന്നെ എന്ന പക്കയിൽ കഴുത കൊട്ടത് അതെഴുത നിനക്കയിൽ കാത്ത മുട്ടത്. അടുത്തതായിട്ട് ശാന്തമാതാജിയുടെ മരുമകളാണ് അഖില നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. സ്വർണ്ണച്ചുവപ്പ് വർണ്ണത്തിനു മധ്യത്തിൽ ശുഭ്രനക്ഷത്ര സ്വരൂപനായി ശാന്തിധാമത്തിൽ വസിച്ചിടുന്ന സർവേശ്വരനെ സ്മരിച്ചിടുന്നു. സ്വർണ്ണച്ചുവപ്പ് വർണ്ണത്തിനു മധ്യത്തിൽ ശുഭ്രനക്ഷത്ര സ്വരൂപനായി ശാന്തിധാമത്തിൽ വസിച്ചിടുന്ന സർവേശ്വരനെ സ്മരിച്ചിടുന്നു. മാതാപിതാവായി ശിക്ഷകനായി വന്നു സദ്ഗുരുവായി ജീവൻ മുക്തി നൽകി സർവസമ്പന്നവും ഈശ്വര തോഴനായി നീ എൻ്റെ കൂടെ നിന്നു. സ്നേഹമാം പാശത്തിൽ എന്നെ ബന്ധിച്ചു തോഴനായി വന്നെൻ്റെ പ്രാണേശ്വര. നീ സഖാവായി ശംഖുനാദം മുഴക്കുവൻ കർമ്മവീരത്തെ ഉണർത്തിടുവാൻ എന്നെ തളരാതെ കാത്തിടുവാൻ. സ്വർണ്ണച്ചുവപ്പു വർണ്ണത്തിനു മധ്യത്തിൽ ശുഭ്രനക്ഷത്ര സ്വരൂപനായി ശാന്തിധാമത്തിൽ വസിച്ചിടുന്ന സർവേശ്വരനെ സ്മരിച്ചിടുന്നു. താങ്ക് യു അഖില. ബാബയുടെ ഒരു ഗാനം നമ്മൾ കേട്ടു. അടുത്തായി നമ്മുടെ പ്രിയപ്പെട്ട രാഗിണി മാതാജി ഒരു ഗാനം ആലപിക്കാനായി വരികയാണ്. കയ്യടി കൊടുക്കൂ, കയ്യടി കൊടുക്കൂ. ഓം ശാന്തി. ഒരു പാട്ട്. ഓർമ്മതൻ സിന്ദൂര പൊട്ട് ചാർത്തി എന്നെ പാർവതിയാക്കിയ പരമേശ എൻപതിയായി പ്രേമസാഗരനായി നിന്നെ ഞാൻ കാണുന്നു സർവേശ്വര. നിന്നെ ഞാൻ കാണുന്നു സർവേശ്വര. ശാന്തിധാമത്തിൽ വസിക്കുന്ന നിന്നെ ഞാൻ കാണുവാനോടി വരുന്നു നാഥ. നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല,
നിന്നെ സ്മരിക്കാത്ത നേരമില്ല. സർവേശ്വരൻ എൻ പതിയായി മാറുമ്പോൾ അപ്രാപ്തമായി എനിക്കൊന്നുമില്ല. ദീർഘസുമംഗലിയായി ഞാൻ മാറുമ്പോൾ ഐശ്വര്യമെല്ലാം നിറഞ്ഞിടുന്നു. ഐശ്വര്യമെല്ലാം നിറഞ്ഞിടുന്നു. മര്യാദകളാം വളകൾ അണിയിച്ച് എന്നെ പ്രിയതമയാക്കി നാഥൻ്റെ മാറിലെ മാലയായി മാറി ഞാൻ. ദമ്പതി രൂപമായി തീർന്നു ഞങ്ങൾ. ദമ്പതി രൂപമായി തീർന്നു ഞങ്ങൾ. സെമി ക്ലാസിക്കൽ അല്ല, ഒരു സിനിമാ പാട്ടാണ്. മീൻസാര കണ്ണ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. மின்சாரப்பூவே பெண் பூவே மெய் தீண்ட வேண்டும் என்னோடு வாராய் என் ஆசையோசை கேளாய். மின்சாரப்பூவே பெண் பூவே மெய் தீண்ட வேண்டும் என்னோடு வாராய் என் ஆசையோசை கேளாய். மாலையில் பொன்மாலிலே நான் துயில் கொள்ள வேண்டும். காலையில் உன் கண்களில் நான் துயில் காய வேண்டும். சகியே 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 என் இசைக்கும் ஆசைக்கும் பூசைக்கும் நீ வேண்டும். ഓം ശാന്തി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും. കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. ആദിയും വ്യാധിയുമൊന്നുമില്ല. ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ദുഷ്ടരെ കൺകൊണ്ടു കാൺമാനില്ല.
ദുഷ്ടരെ കൺകൊണ്ടു കാൺമാനില്ല. നല്ലവരല്ലാതെ ഇല്ല പാരിൽ, നല്ലവരല്ലാതെ ഇല്ല പാരിൽ. ഓം കുട്ടി ഇതാ ഒരു പാട്ട് നമുക്കായി പാടാൻ വരുന്നു. നല്ല കയ്യടി കൊടുക്കൂ. ഏത് പാട്ടാ മക്കൾ പാടുന്നേ? അത് പാടിക്കോളൂ. അങ്ങേ കമ്പത്തൊരു മാങ്ങ, ഇങ്ങേ കമ്പത്തൊരു മാങ്ങ, അനകുലിക്ക് വിടില്ല, അനകുലിക്ക് വിടില്ല. പിറ്റേ ദിവസം കാലത്ത് അണ്ണാമണ്ണ കൊമ്പത്ത് തൊട്ട് തൊടാതെ കടിച്ചപ്പ മാങ്ങ വീണു തരക്ക്. മയില് 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 റേ പേര് വിരുത്തി ആടുന്നു. മഴ വരുന്ന നേരത്താണോ നിങ്ങളുടെയാട്ട ചങ്ങാതി? തൊട്ട് നോക്ക കുറയുണ്ട്, ചോരി വന്ന് ഓരരുതേ നിന്നെ തൊട്ട് തൊടാനായി അടയക്കേക്ക് വന്നോട്ടെ. കയ്യടി കൊടുക്കൂ. അടിപൊളി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. വീണ മാതാജി നമുക്ക് വേണ്ടി പാട്ടല്ലേ കഥ പറയുകയാണ് കേട്ടോ. ഇത്തവണ കുറേ വെറൈറ്റി കഥകൾ നമ്മൾ കേട്ടു. പണ്ടെങ്ങോ വായിച്ച ഒരു കഥയാണ്, ഒരു ചൈനീസ് കഥ. ചൈനയിലെ ഒരു ഗ്രാമത്തിൽ ഒരു അമ്മയും മകനും നല്ല സസുഖം വാഴുമായിരുന്നു, സന്തോഷത്തോടു കൂടി. അപ്പം മകന് കല്യാണപ്രായമൊക്കെ ആയപ്പം അമ്മ കല്യാണം ആലോചിച്ചു. മകൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു മരുമകൾ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം ആകെപ്പാടെ മാറി. അമ്മായിയമ്മയ്ക്ക് മരുമകളോട് ഭയങ്കര ദേഷ്യം, മരുമകൾക്ക് തിരിച്ച് അമ്മായിയമ്മയുടെ ഒരു സ്വഭാവവും പിടിക്കുന്നില്ല. അവസാനം അങ്ങനെ അവരുടെ വീടിൻ്റെ ആ സ്നേഹ അന്തരീക്ഷമേ മാറി. അപ്പം മരുമകൾക്ക് എങ്ങനെയെങ്കിലും ഈ അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണമെന്ന് തോന്നി. ഈ അമ്മായിയമ്മ മരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്ന് മരുമകൾക്കൊരു ധാരണയായി. അപ്പോൾ ഈ മരുമകൾ എന്നും ഗോതമ്പ് അരി ഇങ്ങനെയൊക്കെ പൊടിക്കാനായിട്ട് ഒരു മില്ലുകാരൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അപ്പം എന്നും മുഖം ഇങ്ങനെ മ്ലാനതയോടെ ഇരിക്കുന്ന കണ്ട് ഈ മില്ലുടമ ചോദിച്ചു, എന്താണ് കുട്ടിയുടെ മുഖത്ത് ഒരു സന്തോഷമില്ലാത്തത്? അപ്പോൾ ഈ മരുമകൾ പറഞ്ഞു, അമ്മായിയമ്മയെ കൊണ്ട് എനിക്കങ്ങ് ഭയങ്കര ദുഃഖമാണ്, എങ്ങനെയെങ്കിലും ആ സ്ത്രീയെ ഒന്ന് ഇല്ലാതാക്കണം, എൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ട് സസുഖം ആ വീട്ടിൽ കഴിയാം. അങ്ങനെ മില്ലുകാരൻ പറഞ്ഞു, യോ കൊല്ലാനോ? അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അത് പറ്റത്തില്ല, കാരണം എങ്ങനെയെങ്കിലും ഇവരെ ഇല്ലാതാക്കിയെങ്കിലേ എനിക്ക് സന്തോഷം ആ വീട്ടിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പം രാത്രിയിൽ കിടന്ന വഴിക്ക് ഈ മില്ലുടമ ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ ആ വീട്ടിലൊരു സന്തോഷവും സമാധാനവും കണ്ടെത്തി കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പിറ്റേന്നും ഈ കുട്ടി അവിടെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു പൊടി തരാം, അത് ഭക്ഷണത്തിൽ കലക്കി അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സ്ത്രീ മരിക്കും, അപ്പോൾ നിങ്ങൾക്ക് സസുഖം വാഴാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ 1-2 പൊടിവകകൾ കൂട്ടിക്കലർത്തിയാണ് തരുന്നത്. ഇത് ആ അമ്മയുടെ ഭക്ഷണത്തിൽ കലർത്തുമ്പോൾ എത്രയും സ്നേഹത്തോടെ വേണം ആ അമ്മയുടെ അടുത്ത് ഇടപെടാനായിട്ട്. അതായത് ആഹാരം വിളമ്പി കൊടുക്കുമ്പോഴും ഏത് കാര്യത്തിലും സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹത്തോടെ. മനസ്സിൽ വിദ്വേഷമുണ്ടെങ്കിലും സ്നേഹത്തോടെ മാത്രം ആ അമ്മയുടെ അടുത്ത് സമീപിക്കുക. അങ്ങനെ ആ കുട്ടി എന്തായാലും സ്നേഹം പ്രകടിപ്പിച്ചാൽ മതിയല്ലോ. അപ്പം വീട്ടിൽ കൊണ്ടുപോയി
പൊടി പൊതിഞ്ഞു കൊടുത്തു, വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഇടപെടുമ്പോഴും എല്ലാം നല്ല സ്നേഹത്തോടെ. അപ്പോൾ അമ്മായിയമ്മ വിചാരിച്ച് ഇവർക്ക് എന്ത് പറ്റി എന്നോട് ഇത്ര സ്നേഹമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ ക്രമേണ ഈ അമ്മയ്ക്കും മകളും അമ്മയുടെയും മകളുടെയും തമ്മിലുള്ള ആ ഒരു സംഘർഷാവസ്ഥ കുറയുകയും സ്നേഹം ഉടലെടുക്കുകയും ചെയ്ത്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അമ്മയോട് നല്ല സ്നേഹം തോന്നി. കാരണം ഓരോ ദിവസവും അത് ഭക്ഷണത്തിൽ പൊടി കലർത്തുമ്പോഴും സ്നേഹത്തോടെയായിരുന്നു അമ്മയോടുള്ള ഇടപെടലും. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ആകെ ഭയമായി. കാരണം ഈ അമ്മ ക്രമേണ മരിക്കുമല്ലോ ഈ പൊടി കൊടുക്കുമ്പം. അപ്പം ഈ മില്ലുടമയുടെ അടുത്ത് ഓടിപ്പാഞ്ഞ് ചെന്നിട്ട് പറഞ്ഞ്, പിന്നെ എനിക്ക് എൻ്റെ അമ്മയെ കൊല്ലണ്ട. അപ്പം ചോദിച്ചു എന്തു പറ്റി? അത് അമ്മയ്ക്കിപ്പോൾ എന്നോട് നല്ല സ്നേഹമാണ്, ഇനി ഒരിക്കലും ആ അമ്മ മരിക്കണ്ട, കാരണം എൻ്റെ വീട്ടിൽ സ്നേഹമായി. അപ്പം പറഞ്ഞു, അപ്പം ഈ മില്ലുടമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു വിഷപ്പൊടി ആയിരുന്നില്ല അത് തന്നത്, ശരിക്കും അരിപ്പൊടി ആയിരുന്നു തന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇല്ലാതെ പോയ ഒരു സാധനം എന്ന് പറയുന്നത് സ്നേഹമായിരുന്നു. നീ സ്നേഹത്തോടു കൂടി ആ അമ്മ എത്ര വൈരാഗ്യത്തോടെ ഇടപെട്ടപ്പോഴും നീ സ്നേഹത്തോടു കൂടി പെരുമാറിയപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലം മാറി നിങ്ങളുടെ വീട്ടിൽ സന്തോഷമായി. ആ അമ്മ ഒരിക്കലും മരിക്കത്തില്ല. ഇപ്പോൾ നിൻ്റെ വീട്ടിൽ സമാധാനവും സന്തോഷവും കളിയാടുന്നില്ലേ? ഇതാണ് സ്നേഹം. സ്നേഹമാണ് വലുത്. आजा आजा जिंदे शामी आने के तले, आजा जरी वाले नीले आसमाने के तले। आजा आजा जिंदे शामी आने के तले, आजा जरी वाले नीले आसमाने के तले। सच्ची मैं मिल जाऊं दवाई है, नच नच कोयलों पे रात बिताई है। अखियों की नींद मैंने फूकों से उड़ा दी, गिर गिर बारे मैंने उंगली जलाई है। അത് ഉഷാറല്ലേ? റെഡി? 1 2 3 കാഫുമല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കാക്കുന്ന നാട്ടിൻ്റെ മധുവൂറു കീസ പറഞ്ഞാട്ടെ. കാഫുമല കണ്ട പൂങ്കാറ്റേ, കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ, കാരയ്ക്ക കാക്കുന്ന നാട്ടിൻ്റെ മധുവൂറു കീസ പറഞ്ഞ
ദൈവ പൈതൽ പിറന്ന നേരം ആലംബം പൂത്തുവിടർന്നിടുന്നേൻ. കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ. കാരക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധുവൂറു കീസ പറഞ്ഞാട്ടെ. കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ടുവന്നാട്ടെ. കാരക്ക കായ്ക്കുന്ന നാട്ടിൻ്റെ മധുവൂറു കീസ പറഞ്ഞാട്ടെ. ദേവാഞ്ജന സുരേഷ്, കൃഷ്ണജിത്ത് ബി ഇവരെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിക്കണം. അയ്യപ്പൻ്റെ പാട്ടാണ്. ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ വൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ വൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം വേദാന്ത പൊരുളിൻ ആഹാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാത്തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ വൻപി തന്റെ തുമ്പിക്കൈ ചേർത്തേണം നെഞ്ചി വിഘ്നങ്ങൾ വിരിപോയ തീർത്തേണം മുൻപി വൻപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയേ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നെള്ളും മാമലയേ മകരവിളക്കിൻ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണുന്ന ഓദയാമയ പരാൽ പര ശരണഗവങ്ങളോട് നീക്കമേ ഓദയാമയ പരാൽ പര ശരണഗവങ്ങളോട് നീക്കമേ ഒരു നീത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മെന്നു ഗുരുവി പമ്പാ ഗണപതി പാരിന്റെ അധിപതി കുംഭാർന്നുണരണ വൻപി തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിരുപോലെ തീർക്കണം മുമ്പി ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ സംക്രമസന്ധ്യേ നിന്നോട് ചിമിഴിൻ കുങ്കുമൊഴിയും മയ്യോ നിരാമയ നിരന്തര പ്രണവജപങ്ങളോട് നീക്കവേ
പതി കൊമ്പാർന്നുണരണമെങ്കിൽ തന്റെ തുമ്പിക്കൈകൾ വേണമെങ്കിൽ വിഘ്നങ്ങൾ വിധിപോലെ തീർക്കണമെങ്കിൽ നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്. ഈ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ സിസ്റ്റർ തുടങ്ങുകയാണ്. എല്ലാവരും അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. നീങ്ങിന്നോളൂ മക്കൾ, നീങ്ങാം. അതിൽ കാണാം. വിളക്കൊക്കെ കത്തിക്കണം. പരിപാടി പങ്കെടുത്ത എല്ലാവരും വരും. ഓരോ ഗിഫ്റ്റ് സിസ്റ്റർ തരുന്നുണ്ട്. പങ്കെടുത്ത എല്ലാവരും വരും. ഓരോരുത്തരായിട്ട് വിളിക്കണ്ട, പങ്കെടുത്ത എല്ലാവരും വരും. പങ്കെടുത്തവർക്ക് അറിയാമല്ലോ ആരൊക്കെയാണ്. പേരെഴുതിയില്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പങ്കെടുത്ത എല്ലാവരും വരും. എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. പരിപാടി പങ്കെടുത്ത എല്ലാവരും വന്ന് ഗിഫ്റ്റ് വാങ്ങിക്കണേ. മാതാജി പിള്ളേരുടെ കയ്യിലോട്ട് കൊടുത്തു, കൃഷ്ണയത്തിൻ്റെ കയ്യിലോട്ട്. കൈയടിക്കൂ, കൊച്ചു കുട്ടികളൊക്കെ അല്ലേ വാങ്ങിക്കുന്നത്, കൈയടിക്കൂ. അപ്പം അടുത്ത പ്രാവശ്യം എല്ലാവരും ഗിഫ്റ്റ് വാങ്ങിക്കണേ. എല്ലാവരും പങ്കെടുക്കണം. എന്നിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് വരും. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മുടെ മെഗാ തിരുവാതിരയാണ്. കസേരയൊക്കെ മാറ്റിയിട്ട് റെഡി ആയിക്കോളൂ. പാട്ട് പാടും. അപ്പം നമ്മളെല്ലാവരും ചേർന്ന്, പങ്കെടുക്കാത്ത എല്ലാവരും ഒന്നിച്ച് ഡാൻസ് കളിക്കാൻ പോവുക. ആണുങ്ങൾ പെണ്ണുങ്ങളൊന്നും ഇല്ല കേട്ടോ. കലയ്ക്കങ്ങനെ സ്ത്രീ പുരുഷ ഭേദം ഒന്നുമില്ല. എല്ലാവർക്കും കളിക്കാം. ഒത്തിരി പേര് പങ്കെടുത്ത ഇതാണ്. ആ മാതാജി ഡാൻസും കളിച്ചു കേട്ടോ. നമുക്കെല്ലാവർക്കും പങ്കജാക്ഷൻ എല്ലാവർക്കും അറിയാമല്ലോ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ കേട്ടേക്കണമല്ലേ? അത് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. പങ്കജാക്ഷൻ അങ്ങനെ അങ്ങനെ എടുക്കാം. ആദ്യം അതെടുക്കാം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഈസിയുള്ള ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. 2, 3 സ്റ്റാർട്ട്. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ വാസുദേവൻ ജഗന്നാഥൻ. നാരദാദി മുനിവരാൽ വന്ദിതൻ കൃഷ്ണൻ. നാരദാദി മുനിവരാൽ വന്ദിതൻ കൃഷ്ണൻ. 3 പ്രാവശ്യം 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് മൂന്നാമത് അടിക്കുക. എന്നെടുക്കും കേട്ടാ. 2, 3 സ്റ്റാർട്ട്. നാരദാദി മുനിവരാൽ വന്ദിതൻ കൃഷ്ണൻ. ഭാര്യമാരും 16,008 ഒരുമിച്ച്. ഭാര്യമാരും 16,008 ഒരുമിച്ച്. സാന്ദ്രമോദം ദ്വാരകയിൽ വസിക്കും കാലം. സാന്ദ്രമോദം ദ്വാരകയിൽ വസിക്കും കാലം. വിശ്വനാഥനൊരു ദിനം സുന്ദരിയാം രുക്മിണിയെ സരസമായി വിളിച്ചവ ബരുളി ചെയ്തു. മാറി മാറി എടുത്തോളൂ. വിശ്വനാഥനൊരു ദിനം സുന്ദരിയാം കൈ ഇങ്ങനെ മാറ്റിക്കോളൂ. രസമായി വിളിച്ചേവം അരുളി ചെയ്തു. സരസലോചനെ ബാലെ രുക്മിണി
വരികരികിൽ ചൂതിനായി ഇരുന്നാലും വൈകരുതേതും ചൂതിനേതും പരിചയം ഇല്ലെനിക്കെന്നറിഞ്ഞാലും. എല്ലാവരും ഒന്നിച്ച് കേടിച്ചാലേ രസമുള്ളൂ. 3 പ്രാവശ്യം നിങ്ങൾ 1 2 3 3ക്ക് അടിക്കണം കേട്ടോ. ചൂതിനേതും പരിചയമില്ലെനിക്കെന്നറിഞ്ഞാലും ചൂതു പൊരുതിടേണമെന്നരുളി ചെയ്താൽ വാസുദേവൻ. എല്ലാവരും പാടിക്കോളൂ, എല്ലാവരും പാട്. തന്നെ പാടുമ്പോഴല്ലേ ഈ കുഴപ്പം. പങ്കജാക്ഷൻ എല്ലാവരും പാടാ. ആർക്കും അറിഞ്ഞൂടയില്ല. ഞാൻ പാടണ കേട്ടിട്ട് പാടരുതോ? പാടെല്ലാവരും പാട്. പങ്കജാക്ഷൻ കടൽ വർണ്ണൻ. എല്ലാവരുടെയും ശബ്ദം കേൾക്കട്ടെ. വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനിവരാൽ വന്ദിതൻ കൃഷ്ണൻ. ദാദി മുനിവര. കുമ്മി അടിക്കാമോ? കുമ്മി അടിക്കാമോ? പരസ്പരം അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ മുഖത്തടിക്കരുത്, കയ്യിലടിക്കണം. ഞാൻ കളിക്കുകയും പാടുകയും കൂടി ചെയ്യുമ്പോൾ അണയ്ക്കും. അതുകൊണ്ടേ ഞാൻ പാടാം, നിങ്ങൾ കളിച്ചോ. പാടാൻ പോവാണേ. ഉമ്മി അടിച്ചോളൂ. അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ എങ്ങനെ അടിച്ചാൽ മതി. അഖില വേണമെങ്കിൽ എന്നെ അടിച്ചോ, ഞാൻ ഇങ്ങനെ നിൽക്കാം. അപ്പം അതൊക്കെ അഖില അടിച്ചോ. തുടങ്ങുവാണേ. വാ വീണമാജിയൊക്കെ അതേ പോയി നിൽക്കുന്നു. വന്നേ. അപർണയുടെ അമ്മയൊക്കെ ഇങ്ങ് വന്നേ. അമ്മയല്ലയോ? 2 3 സ്റ്റാർ. ജനകപുത്രി ഹനുമാൻ കയ്യിൽ ചൂടാരത്നം നൽകി ലങ്ക ചുറ്റിട്ടെങ്ങോ വന്നു രാമനോടും ചൊല്ലി നളനെ വിളിച്ചരുളി ചെയ്തു ചിറതറുക്ക വേണം. നളനും ചെന്നു ചിറതടുത്തു ശിക്ഷയാക്കി പോന്നു. അക്കരെ കടന്നു രാമൻ മർക്കടപ്പടയോടും അപ്പൂരം വളഞ്ഞു കോട്ട ഗോപുരം തകർത്തു. വമ്പനായ കുംഭകർണനമ്പിനാൽ മരിച്ചു. ഇന്ദ്രജിത്ത് എന്നുള്ളവന് ഇളയ മന്നൻ കൊന്നു. സാധു ഇങ്ങനെ കൊട്ടിയാട്ടെ. സാധു ഇങ്ങനെ കൊട്ടി വരണേ. സാധുവാം വിഭീഷണനു രാജ്യവും കൊടുത്തു. സാധുവാം വിഭീഷണനു രാജ്യവും കൊടുത്തു. ഉൽപ്പലാക്ഷി സീത തൻ്റെ പുഷ്കരം കരേറി. ഉൽപ്പലാക്ഷി സീത തൻ്റെ പുഷ്കരം കരേറി. പുക്കയോധ്യ. കൈയടിച്ചോ, ശബ്ദം കേൾക്കട്ടെ. പുക്കയോധ്യ വാഴ്ക മുടി തൃക്കഴൽ തോഴുന്നേ. ഓക്കെ, നമുക്കിനി ഒരു 2 തിരുവാതിരപ്പാട്ട് പാടിയില്ലേ? ഇനി നമുക്ക് നാടൻ പാട്ട് ഇടാം. തന്നെ സിസ്റ്റർ ഇടാമോ? ും ഗോരവരിച്ചാട്ടേ സാരക പിന്നാടേ കതിരാടും തിരിയാടേ കരിഞ്ഞാടും ഗോരവരിച്ചാട്ടേ നഗനഗതാത്തിരം ജഗത്തൈതാരോ തകതീരം ജഗത്തൈതാരോ താത്തിരം ജഗതകതീരം ജഗതകതീരം ജഗത്തൈതാരോ താത്തിരം ജഗത്തൈതാരോ തകതീരം ജഗത്തൈതാരോ താത്തിരം ജഗതകതീരം ജഗതകതീരം ജഗത്തൈതാരോ. ചൂപ്പിച്ച് വീണത് ജത്തിലാണ് ലജ്ജമങ്ങിനോടെ തത്ത ചുണ്ടുള്ള മുറുക്കി അന്തിക്കൊരുത്തി മുറുക്കി ചൂപ്പിച്ച് വീണത് ജത്തിലാണ്. നഗരഗതാക്ഷീരം ജഗത്തൈതാരോ നഗതീരം ജഗത്തൈതാരോ ചാത്തീരം ജഗതകതീരം ജഗതകതീരം ജഗത്തൈതാരോ ചാത്തീരം ജഗത്തൈതാരോ നഗതീരം ജഗത്തൈതാരോ
ചോരൽ പാടവരും തുറക്കവിലാറുമാക്കും അയ്യോ മരമറിഞ്ഞാൽ മഴ വീഴാതെ കവറുന്നായി ചോരൽ പാടവരും തുറക്കവിലാറുമാക്കും